നമസ്കാരം എല്ലാവർക്കും പ്രോ റെസ്ലിംഗ് മലയാളം പറ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ അടുത്ത് നടക്കുന്ന റോയിലും അതേപോലെ സ്മാക്ഡൗണിലും വെച്ചും സൂപ്പർ സ്റ്റാർസ് ഷേക്കപ്പ് നടത്തുകയാണ്. അപ്പോൾ ഈ സൂപ്പർ സ്റ്റാർസ് ഷേക്കപ്പ് വെച്ച് ധാരാളം സൂപ്പർ സ്റ്റാർസുകൾ ഫ്രീ ഏജൻ്റായിട്ട് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നതാണ്. അപ്പോൾ ഈ ഫ്രീ ഏജൻ്റായിട്ട് പോകുന്ന സൂപ്പർ സ്റ്റാർസുകൾ ആരൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത്. നമ്മൾ രണ്ടാമതായിട്ട് നോക്കാൻ പോകുന്നത് റോമൻ റെയിൻസ് സെത്ത് റോളിൻസിനെ അറ്റാക്ക് ചെയ്യുന്നു. യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പിന് വേണ്ടി മാച്ചിന് വേണ്ടി അങ്ങനെ ഒരു ഫ്യൂഡ് വരുമെന്ന് പറയുന്നുണ്ട്. റോമൻ റെയിൻസ് സെത്ത് റോളിൻസിനെ അറ്റാക്ക് ചെയ്ത് ഇവർക്ക് ഒരു ഫ്യൂഡ് ആരംഭിച്ച് യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ് മാച്ച് നടക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പം ഈ രണ്ട് കാര്യങ്ങൾ വെച്ച് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോ അവസാനം വരെ കാണണം. വീഡിയോ കിടക്കുമ്പോൾ നിങ്ങൾ ഇതുവരെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉടനടി സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. തൊട്ടടുത്താണ് ബെല്ലൈക്ക് കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോ അങ്ങ് പോയേക്കാം. Gotta know that nothing lasts forever. നമ്മൾ ഒന്നാമതായിട്ട് നോക്കാൻ പോകുന്നത് അടുത്ത് നടക്കുന്ന റോയിലും അതേപോലെ സ്മാക്ഡൗണിലും സൂപ്പർ സ്റ്റാർ ഷേക്കപ്പ് വെച്ച് ധാരാളം സൂപ്പർ സ്റ്റാർസുകൾ ഫ്രീ ഏജൻറ്റ് സൂപ്പർ സ്റ്റാർ ആകുമെന്ന് പറയുന്നുണ്ട്. അപ്പം ഇവരാരൊക്കെയാണെന്ന് നോക്കാം. ഫ്രീ ഏജൻറ്റ് സൂപ്പർ സ്റ്റാർസ് എന്ന് പറഞ്ഞാൽ അവർക്ക് റോയിലും അതേപോലെ സ്മാക്ഡൗണിലും വർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പം ഫ്രീ ഏജൻ്റായിട്ട് നിൽക്കുന്ന സൂപ്പർ സ്റ്റാർസ് ആരൊക്കെയാണെന്ന് വെച്ചാൽ ജോൺ സീന ഫ്രീ ഏജൻ്റായിട്ട് നിൽക്കുന്ന സൂപ്പർ സ്റ്റാറാണ്. ജോൺ സീനയ്ക്ക് റോയിലും അതേപോലെ സ്മാക്ഡൗണിലും ഒരുമിച്ച് വർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം ഈ വരുന്ന സൂപ്പർ സ്റ്റാർ ഷേക്കപ്പ് വെച്ച് ധാരാളം സൂപ്പർ സ്റ്റാർസുകൾ ഫ്രീ ഏജൻ്റായിട്ട് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അവരാരൊക്കെയാണെന്ന് വെച്ചാൽ സെമീസേൻ ആ ലിസ്റ്റിൽ വരുന്നുണ്ട്. അതൊരു റൂമർ ന്യൂസാണ്. സെമീസേനെ ഫ്രീ ഏജൻറ്റ് സൂപ്പർ സ്റ്റാർ ആക്കുമെന്ന് പറയുന്നുണ്ട്. അതേപോലെ കഴിഞ്ഞ പ്രാവശ്യം NXT ഡെബ്യൂട്ട് ചെയ്ത മെയിൻ റോസ്റ്റിലേക്ക് വന്ന ധാരാളം സൂപ്പർ സ്റ്റാർസുകളുണ്ട്. EC3, ലാർസ് സാലിവൻ, അതേപോലെ അലക്സ്റ്റർ ബ്ലാക്ക്, റിക്കിഷേ, അതേപോലെ സൂപ്പർ സ്റ്റാർസുകളൊക്കെ തന്നെ ഫ്രീ ഏജൻറ്റ് സൂപ്പർ സ്റ്റാറിൻ്റെ ആക്കുന്നതാണെന്ന് പറയുന്നുണ്ട്. ഇവർക്ക് റോയിലും അതേപോലെ സ്മാക്ഡൗണിലും പങ്കെടുക്കാൻ സാധിക്കുന്നതാണ്. ഇവർക്ക് സ്വന്തമായിട്ടൊരു ബ്രാൻഡ് കാണത്തില്ല. ഫ്രീ ഏജൻറ്റ് സൂപ്പർ സ്റ്റാർസ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് സ്വന്തമായിട്ടൊരു ബ്രാൻഡില്ല. ഇവർക്ക് രണ്ട് ബ്രാൻഡിലും പോയി മാച്ചുകളൊക്കെ തന്നെ പങ്കെടുക്കാൻ സാധിക്കുന്നതാണ്. നമ്മൾ രണ്ടാമതായിട്ട് നോക്കാൻ പോകുന്നത് റോമൻ റെയിൻസ് സെത്ത് റോളിൻസിനെ അറ്റാക്ക് ചെയ്യുന്നു. യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ് മാച്ചിന് വേണ്ടി അവർക്ക് രണ്ടൊരു ഫ്യൂഡ് ആരംഭിക്കാൻ വേണ്ടി റോമൻ റെയിൻസ് സെത്ത് റോളിൻസിനെ അറ്റാക്ക് ചെയ്ത് യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ് മാച്ച് ഉണ്ടാകുമെന്ന് പറഞ്ഞ് ഒരു ബിഗ് റൂമർ ന്യൂസ് വരുന്നുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി ഫുൾ ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പം നിലവിൽ നോക്കുവാണെങ്കിൽ റോമൻ റെയിൻസിനും അതുപോലെ സെത്ത് റോളിൻസിനും ആരുടെ തന്നെ ഫ്യൂഡില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോൾ റൂമർ ന്യൂസ് വന്നേക്കുന്നത്. റോമൻ റെയിൻസ് ഇനി തുടർന്നുള്ള റോ എപ്പിസോഡ് വെച്ച് തന്നെ സെത്ത് റോളിൻസിനെ അറ്റാക്ക് ചെയ്യുമെന്നും സെത്ത് റോളിൻസിനെ അറ്റാക്ക് ചെയ്ത് ഇവർക്ക് വേണ്ടി ഫ്യൂഡ് ആരംഭിച്ചിട്ട് യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ് മാച്ച് വരുമെന്നൊക്കെ പറഞ്ഞു. ഇപ്പം ബിഗ് റൂമർ ന്യൂസ് വന്നിട്ടുണ്ട്. ഇത് എത്രമാത്രം നടക്കുമോ ഇല്ലയോ എന്ന് നമുക്കറിയത്തില്ല. ഇത് റൂമർ ന്യൂസ് മാത്രമാണ്. ഇതേത് റോ എപ്പിസോഡിൽ നടക്കുമെന്ന് നമുക്കറിയത്തില്ല. ഇനി തുടർന്നുള്ള റോ എപ്പിസോഡിൽ വെച്ച് നടക്കുമെന്നാണ് പറയുന്നത്. റോമൻ റെയിൻസ് സെത്ത് റോളിൻസിനെ അറ്റാക്ക് ചെയ്ത് ഇവർക്ക് വേണ്ടി ഫ്യൂഡ് ആരംഭിച്ചിട്ട് യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ് മാച്ച് റോമൻ റെയിൻസ് വേഴ്സസ് സെത്ത് റോളിൻസ് യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ് മാച്ച് നടക്കുമെന്ന് പറയുന്ന റൂമർ ന്യൂസ് വന്നുകൊണ്ടിരിക്കുന്നത്. സെത്ത് റോളിൻസിൻ്റെ അടുത്ത ഓപ്പണൻ്റ് ആരാണ് നമുക്കറിയത്തില്ല. റാൻഡി ഓർട്ടനെ സൂപ്പർ സ്റ്റാർസ് ഷേക്കപ്പ് നടത്തുമ്പോഴത്തേന് റാൻഡി ഓർട്ടനെ റോ എന്ന് പറഞ്ഞ ബ്രാൻഡിലോട്ട് കൊണ്ടുവന്നിട്ട് റാൻഡി ഓർട്ടനെ യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പിനുള്ള പുഷൊക്കെ നൽകുമെന്നൊക്കെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ വരുന്ന റൂമർ ന്യൂസാണ് റോമൻ റെയിൻസ് സെത്ത് റോളിൻസിനെ അറ്റാക്ക് ചെയ്ത് ഇവർക്ക് ഒരു ഫ്യൂഡ് ആരംഭിച്ച് യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ് മാച്ച് വരുമെന്ന്. അപ്പം ഇതിനകത്ത് ഏത് നടക്കുമോ ഇല്ലയോ നമുക്കറിയത്തില്ല. നമുക്കിത് കണ്ടു മനസ്സിലാക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുകൊണ്ട് നിങ്ങളുടെ കൂട്ടിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായം റോമൻ റെയിൻസ് വേഴ്സസ് സെത്ത് റോളിൻസ് യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ് മാച്ച് മതിയോ അതോ റാൻഡി ഓർട്ടൻ വേഴ്സസ് സെത്ത് റോളിൻസ് യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ് മാച്ച് മതിയോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഇതുവരെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ റെസ്ലിംഗ് ന്യൂസുകളും പല റെസ്ലേഴ്സ് ലൈവ് സ്റ്റോറിയൊക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. തൊട്ടടുത്താണ് ബെല്ലൈക്ക് കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ മറ്റൊരു റെസ്ലിംഗ് റിലേറ്റഡ് വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബായ്.